നമസ്കാരം. കെട്ടിലമ്മ ചാടിയാൽ കൊട്ടിയമ്പലം വരെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. ഞാനിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് CPI എന്ന പാർട്ടിയുമായിട്ട് ചേർത്ത് വയ്ക്കാനാണ് തോന്നുന്നത്. കാരണം CPI എന്ന പാർട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനിപ്പോൾ ചാടിക്കളയും, ഞാനിപ്പോൾ പൊക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിയമ്പലം വരെ എടുത്തൊരു ചാട്ടമുണ്ട്. പക്ഷേ ആ ചാട്ടം കെട്ടിലമ്മയെ പോലെ കൊട്ടിയമ്പലം വരെ മാത്രമേ നിൽക്കൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകില്ല, പോകാനുള്ള ധൈര്യവുമില്ല, പോകാൻ അവർക്ക് കഴിയുമില്ല. അങ്ങനെ പോയാൽ എന്ത് നിലപാടെടുക്കണമെന്നതിനെ കുറിച്ച് അറിയില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയായിട്ട് വിധേയപ്പെട്ട ഈ കെട്ടിലമ്മ വിധേയപ്പെട്ട് കിടക്കുന്നത് പോലെ ഈ നാലുകെട്ടിനകത്ത് അല്ലെങ്കിൽ ഈ കെട്ടിനകത്ത് ഇങ്ങനെ അകത്ത് കിടന്ന് അവിടെ കിട്ടുന്ന ഉപ്പും ചോറും ഒക്കെ തിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ പറ്റി അവിടെ കിടക്കാനല്ലാതെ CPI എന്ന സംഘടനയ്ക്ക്, പാർട്ടിക്ക് ഇനി ഈ CPMന്റെ കൊട്ടിയമ്പലം കടന്ന് അപ്പുറത്ത് കടക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇപ്പം ചാടും, ഇപ്പം പോകും, എനിക്കത് കിട്ടണം, ഇത് കിട്ടണമെന്ന്. ഞാൻ എന്തിന് ഇത്തരം ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് ഞങ്ങളുടെ സീറ്റാണ്, ഞങ്ങൾക്ക് വേണം. കാരണം ബിനോയ് വിശ്വത്തിൻ്റെ സീറ്റാണ്. ബിനോയ് വിശ്വമാണ് ഇപ്പം സ്ഥാനം ഒഴിയാൻ പോകുന്നത്. രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ഇപ്പം ബിനോയ് വിശ്വം നിലവിൽ രാജ്യസഭാ അംഗമാണ്. അപ്പോൾ രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വത്തിൻ്റെ സീറ്റാണ് ഇപ്പോൾ ഒഴിയുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ സീറ്റും ഒഴിയുന്നുണ്ട്. പിന്നെ ഇളമരം കരീമിൻ്റെ സീറ്റും ആണെന്ന് തോന്നുന്നു ഒന്നൊഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 സീറ്റുകളാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഒഴിവ് വരുന്നത്. പക്ഷേ ഈ 3 സീറ്റിലും 2 സീറ്റിൽ മാത്രമേ ഭരണകക്ഷിക്ക് വിജയിക്കാൻ കഴിയൂ. 1 പ്രതിപക്ഷത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് 1 അങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ 2 സീറ്റാണുള്ളത്. ഈ 2 സീറ്റിലാണ് ഇപ്പോൾ ഇടത് മുന്നണിയിൽ ഒരു സീറ്റ് CPMനാണ്. 2 രാജ്യസഭാ സീറ്റിൽ 1 CPMന് തന്നെയാണ്. അത് മിക്കവാറും ഇളമരം കരീമിന് തന്നെ തിരിച്ചു കൊടുക്കാനാണ് സാധ്യത. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഡൽഹിയിലൊക്കെ കൊണ്ട് നിർത്തണം. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് കൊടുക്കാനാണ് സാധ്യത. പോട്ടെ, അത് മറ്റാരെങ്കിലും വരുമെന്ന് അറിയില്ല. ഇനി അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും ഒരു സീറ്റ് CPMനാണ്. പിന്നെ ഉള്ളത് ഒരു ഘടകകക്ഷിക്കാണ്. 2 ഘടകകക്ഷികൾ നേതാക്കന്മാരാണ് ഇപ്പോൾ രംഗത്ത് വന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നു ആ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ പിന്നെ ഈ ജോസ് കെ മാണിക്ക് വേണം എന്ന് അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഏറ്റവും വലിയ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു സമിതിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം പുറത്തു വന്നപ്പോഴേക്കും ബിനോയ് വിശ്വം കൊണ്ടളവി. ബിനോയ് വിശ്വം പറഞ്ഞു, ഒരു കാരണവശാലും തരാൻ പറ്റില്ല, ഞങ്ങളുടെ സീറ്റാണ്, ഇത് എൻ്റെ സീറ്റാണ്, അല്ലെങ്കിൽ CPIയുടെ സീറ്റാണ്, CPIക്ക് തന്നെ വേണം. പ്രശ്നമായില്ലേ? ഒരു സീറ്റുമുണ്ട്, 2 ഘടകകക്ഷിയുമുണ്ട്. ഇവർ തമ്മിൽ പിടിയാവില്ലേ? CPM മിണ്ടാതെ നിൽക്കുകയാണ്. ഇവർ തമ്മിലുള്ള ബഹളം എവിടം വരെ പോകുമെന്ന്. പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു അന്തർധാര എന്ന് പറയുന്നത്, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ വിഭാഗം അവരുടെ മുന്തിയ കമ്മിറ്റിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ച് അത് പുറത്തുവിട്ടതിൻ്റെ പിന്നിൽ CPM ഉണ്ട്. CPMന്റെ തന്ത്രമാണ് ഇപ്പോൾ ഈ ജോസ് കെ മാണി ആ വിഷയം എടുത്തിട്ടതും. ജൂണിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് വരുള്ളൂ. ഒഴിവ് വരാൻ പോകുന്നതേ ഉള്ളൂ. മിക്കവാറും അടുത്ത ജൂണിലായിരിക്കും അതിന് ഒഴിവ് വരുന്നത്. അപ്പോൾ വളരെ മുൻകൂട്ടി തന്നെ ഈ വിഷയത്തിൽ ജോസ് കെ മാണി അവകാശവാദം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ CPMന്റെ നല്ല ഒരു പിന്തുണയുണ്ട്. കൃത്യമായിട്ടും ജോസ് കെ മാണിക്ക് തന്നെ ആ സീറ്റ് പോകാനാണ് സാധ്യത. CPI ഈ കടന്ന് ബഹളം കാണിക്കുന്നതെന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. അവർ കൊട്ടിയമ്പലം വരെ ചാടൂ എന്നത് CPMന് ഭംഗിയായിട്ടറിയാം. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. CPIക്കാർ, ഞങ്ങൾ 17 MLAമാരുള്ള ഒരു പാർട്ടിയാണ്. LDF ഘടകകക്ഷിയിലെ 2ാമത്തെ പാർട്ടിയാണ്. 17 MLAമാരുണ്ട്. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് 5 MLAമാരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 17 MLAമാർ പറയുന്നതാണോ ശക്തി, അതോ 5 MLAമാരുള്ള ഒരു പ്രാദേശിക പാർട്ടിക്കാണോ ശക്തി എന്നൊക്കെ CPIക്കാർ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിയെന്നും പറയാം. CPMകാരും അത് ശരിയെന്ന് തലയാട്ടി സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ കാര്യം നടക്കാൻ പോകുമ്പോൾ CPIക്ക് ആ സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ CPIയുടെ ഈ അവകാശവാദം ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ CPIയുടെ ഇത്തരം അവകാശങ്ങൾ കേട്ടിട്ടുള്ളതാണ്.
ഒരിക്കൽ വലിയൊരു പ്രമാദമായ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന, പിന്നീട് ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിച്ച വലിയൊരു സഖാവ്, ഇപ്പം ഞാൻ ചെന്ന് സംസാരിച്ച് CPIയുടെ നിലപാട് അറിയിച്ച് അതിനെ തിരുത്തും എന്ന് പറഞ്ഞ് AK സെൻറ്ററിലോട്ട് കയറി പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ എലിയെ കണ്ട പൂച്ചയെ കണ്ട എലിയെ പോലെ തിരിച്ചിറങ്ങുന്ന മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അതൊന്നും വളരെ സോൾവാണ്, ഞങ്ങൾ ഘടകകക്ഷികൾ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ എല്ലാം സോൾവാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്. അന്നത്തെ ആ വാർത്താ സമ്മേളനവും അന്ന് തിരിച്ചിറങ്ങി അദ്ദേഹം വന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CPIയുടെ ചാട്ടം കൊട്ടിയമ്പലം വരെ, അത്രമാത്രം.